ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ വേദാന്ത ശ്രവണ മനനങ്ങൾ വഴി വന്നു ചേരുന്ന മൗനശീലവും നിസ്സംഗതയും ഈ രംഗത്തിലുള്ള പുരോഗതിയാണോ അറിയില്ല. അത് അയാളെ, ആ വ്യക്തിയെ അടുത്തിടപഴകി മാത്രമേ പറയാൻ പറ്റൂ. ചിലപ്പോൾ മൗഢ്യമാവാം, മൂഢതയാവാം, ചിലപ്പോൾ ഒന്നും ഉൾക്കൊള്ളായികയാവാം, ചിലപ്പോൾ വേദാന്തത്തെ തെറ്റായി മനസ്സിലാക്കിയതാവാം. കാരണം പൊതുവെ വേദാന്തികൾ എപ്പോഴും പൊട്ടിച്ചിരിച്ചും കളിച്ചും ആനന്ദിച്ചും നടക്കുന്നവരാ പൊതുവെ ഞാൻ കണ്ടെടുത്തോളം. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വത്സ, എന്താണ് നീ എവിടുന്നാണാവോ വരുന്നത്? ചിരിക്കൂല, ചിരിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല. ഒരു വടീൻ്റെ മുകളിൽ കയ്യൊക്കെ വെച്ച് അല്ലേ, അത് നമ്മൾ ഒരു വേദാന്തി അങ്ങനെ കണ്ടിട്ടില്ല. അതൊക്കെ വല്ല ചിത്രകഥകളിലൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. വേദാന്തികളൊക്കെ നമ്മൾ കണ്ടെടുത്തൊക്കെ എല്ലാവരും തന്നെ ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും അടികൂടിയും കുട്ടികളെ കൂടെ കളിച്ചും ഒക്കെ ഉള്ള വേദാന്തികളെ ഞാൻ കണ്ടിട്ടുള്ളൂ. എല്ലാവരും അതുപോലെയാന്ന് പറയുന്നില്ല, ഓരോരുത്തരും ഓരോ മാതിരി. അല്ലെങ്കിൽ നല്ല പാചകം ചെയ്ത് എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി അങ്ങനെ ചില വേദാന്തികൾ. അല്ലാണ്ട് ഈ പറഞ്ഞതുപോലെ മിണ്ടാണ്ടിരുന്ന് ഒന്നും അങ്ങനെ വേദാന്തികളെ കണ്ടിട്ടില്ല പൊതുവെ. അറിയില്ലേ, നമ്മളനുഭവം പറഞ്ഞ. അത് കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് പരാതി വരാതെ പരിഹരിക്കാനുള്ള ഉപായത്തെ ഉപദേശിക്കാമോ? വേദാന്തം ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള ഏതെങ്കിലും ഗുരുനാഥൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഒരു മാനസിക രോഗ വിദഗ്ധൻ്റെ അടുത്ത് കൊണ്ടുപോവുക. രണ്ടായാലും തിരക്കില്ല, രണ്ടായാലും നല്ലതാണ്.